ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is write2rish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്കിന്ന് ആൻസർ ചെയ്യാം. ടെൽ മീ അബൌട്ട് എ ടൈം യു ഫെയിൽഡ്. നമ്മൾ ഫെയിൽ ചെയ്ത ഒരു സമയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുവാണ്. സോ വെൻ എൻ എംപ്ലോയർ ഇസ് ഗോയിങ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ദേ ആർ യൂഷ്വലി നോട്ട് ലുക്കിംഗ് ഫോർ സമൺ ഹു ഹാസ് നെവർ ഫെയിൽഡ്. അവർക്കറിയാം മിസ്റ്റേക്സ് വിൽ ഹാപ്പൻ. വാട്ട് ദേ റിയലി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഹൗ ഡു യു റിയാക്ട് വെൻ തിങ്സ് ഡോണ്ട് ഗോ ആസ് പ്ലാൻഡ്. ക്യാൻ യു ടേക്ക് ഓണർഷിപ്പ് ഓഫ് എ മിസ്റ്റേക്ക്? ആർ യു വില്ലിംഗ് ടു ലേൺ ഫ്രം യുവർ സെറ്റ്ബാക്സ്? ഹൗ സെൽഫ് അവെയർ ആർ യു? ഡു യു ഗ്രോ ഫ്രം ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസസ്? സോ എല്ലാ വർക്ക് പ്ലേസിലും we definitely know that things get wrong. What really matters is how do you respond to a situation when you have done a mistake instead of the mistake itself. It's like how you respond afterward. So എല്ലാ എംപ്ലോയറിനും ഒരു ഫിയറും ഉണ്ട്, ലൈക്ക് ഒരു ഹിഡൻ ഫിയർ പോലെ. ലൈക്ക് if this person is going to make a mistake here, will they own it, learn from it and improve, or will they become defensive and blame others? No employer is going to expect perfection, but employers do value people who can handle setbacks professionally and maturely. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഫൈനലി ഒരു നല്ല റോള് കിട്ടിയ സമയത്ത് ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചായിരുന്നു. ഈ ക്വസ്റ്റിന് വേണ്ടി ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം ഈ ക്വസ്റ്റിന് ഞാൻ എന്ത് ആൻസർ ആണെന്ന് പറഞ്ഞത് ഞാൻ ഈ എക്സാമ്പിൾ ആൻസറിന് ശേഷം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, സോ വാട്ട് മേക്സ് എ സ്ട്രോങ് ആൻസർ? ഒരു സ്ട്രോങ് ആൻസർ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നീഡ് ടു ടോക്ക് അബൌട്ട് എ ജെന്യൂൻ സെറ്റ് ബാക്ക് ഓർ എ മിസ്റ്റേക്ക്. റിയൽ വേൾഡ് സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി, ലൈക്ക് ആ മിസ്റ്റേക്ക് നമ്മൾ ഓൺ ചെയ്തായിരുന്നോ? നൗ പിന്നെ ഹോണസ്റ്റ് റിഫ്ലക്ഷൻ, നമ്മൾ ആ മിസ്റ്റേക്കിനെ പറ്റി നമ്മുടെ റിഫ്ലക്ഷൻ എന്താണ്, നമ്മളതിൽ നിന്ന് എന്താ പഠിച്ചത്? നൗ what did you do later to improve on top of it, and what is a positive lesson that you have learned from your mistake? So the best answers are the one where you talk with authenticity, where you talk with honesty, and the best answers should always feel human. Don't really try to sound very impressive, or don't fake it. Show your real things, like what happened in the past, and show where you have grown in terms of the mistake that you have done. അപ്പം ഇത്രയും മനസ്സിലാക്കുക, ഒരു മിസ്റ്റേക്ക് ഒരു എംപ്ലോയർ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേന് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ആൻസർ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള ആൻസർ ഒട്ടും ശരിയല്ല. എല്ലാവർക്കും അവരവരുടെ പ്രൊഫഷണൽ കരിയറിൽ ഓരോ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അവർക്ക് കേൾക്കുമ്പോൾ തന്നെ കള്ളാണെന്ന് ഫീൽ ചെയ്യും. സോ you always have it prepared, like a mistake that you have done in the past. So ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു എംപ്ലോയർ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഹോണസ്റ്റിയാണ്. നമ്മൾ എന്താണ് നമുക്ക് സംഭവിച്ചത്, ആ സിറ്റുവേഷനെ പറ്റി നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തത്, നമ്മുടെ ഹോണസ്റ്റി, നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ കവറപ്പ് ചെയ്തു, ആ സിറ്റുവേഷനെ പറ്റി നമ്മൾ ഇപ്പോഴും സംസാരിക്കാൻ റെഡിയാണോ, ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഓവർകം ചെയ്തല്ലോ, നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് എന്ത് പഠിച്ചു. സോ വെൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ബീങ് ആസ്ക്ഡ്, ഓൾവേസ് ആസ്ക്ഡ് ഇറ്റ് ലൈക്ക് ഓൺ എ
structure, like what happened, what was your responsibility, what did you do after realizing things has gone wrong, and what was the outcome and what did you learn. So ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എക്സാമ്പിൾ പറയുവാണ്. So you have a look at it. So this is something that has happened in my software testing career. So I was working on a project where we were approaching an important release deadline. So during testing, I reviewed a defect that seemed relatively minor based on the information I had at the time. So ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനൊരു ഇഷ്യൂ കണ്ടുപിടിച്ചു. എനിക്കത് മൈനർ ആണെന്ന് തോന്നി. After discussing it briefly with the team, I believed it wasn't likely to have a significant impact on users and didn't push for further escalation. ഞാനൊരു ഇഷ്യൂ കണ്ടുപിടിച്ചു, എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അസ്യൂം ചെയ്തു അതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കരുതി ഞാനത് ഫർദർ എസ്കലേറ്റ് ചെയ്തില്ല. Unfortunately, after the release went live, the issue affected a number of users and generated several support requests. While it wasn't a critical production outage, it was still a problem that created frustration for users and additional work for the support team. So, സിറ്റുവേഷൻ ഭയങ്കര റോങ് ആയി. ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് പിന്നെ ആസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റർ ഒരു ഇഷ്യൂ ഒക്കെ ലൈവായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് അഫക്ട്സ് അവർ ക്രെഡിബിലിറ്റി ആൻഡ് വി ഫീൽ വെരി സാഡ് അബൌട്ട് ദിസ്. ഐ ഫെൽറ്റ് വെരി ഡിസപ്പോയിൻറ്റഡ്. എൻ്റെ അസസ്മെൻറ്റ് തെറ്റാണെന്ന് കരുതിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ആൻഡ് ദാറ്റ് ക്രിയേറ്റഡ് മോർ വർക്ക് ഫോർ ദ ടീം. It would have been very easy to focus on external factors at that time for me, but when I reflected on the situation, I realized I had placed too much emphasis on the technical severity of the defect and not enough on the potential customer impact. ഞാൻ കസ്റ്റമർ ഇമ്പാക്റ്റിനെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നതിന് പകരം ഞാൻ കൂടുതലും ചിന്തിച്ചത് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റിയാണ്. സോ ഇനി ഞാൻ എന്ത് ആക്ഷൻ എടുത്തു? I took ownership of my part in the decision and worked with the team to investigate what had happened. We reviewed the defect, analyzed why the risk has been underestimated, and implemented a fix as quickly as possible. More importantly, I used the experience as a learning opportunity. So from that point on, I became much more deliberate when assessing defects. Instead of only asking how severe is this technically, I started asking how could this affect the user experience and business operations. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്ത് ഈ മിസ്റ്റേക്കിന് ശേഷം, ബിക്കോസ് ഞാൻ പഠിച്ചു ആ മിസ്റ്റേക്ക് എത്ര കോസ്റ്റ്ലി ആയിരുന്നെന്നും ആ മിസ്റ്റേക്ക് ഉണ്ടായതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ സ്വയം ഓൺ ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലപോലെ പഠിക്കുകയും ചെയ്തു. the most important thing about mistake is how did you really learn from your mistake. I also became very proactive in raising concerns when there was uncertainty rather than assuming a risk was acceptable. So last time ഇമ്പോർട്ടൻ്റ് ആണെന്നൊരു കാര്യം ഞാൻ തന്നെ അസ്യൂം ചെയ്ത് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് കരുതി ഞാൻ വിട്ട് കളഞ്ഞല്ലോ. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രൊആക്റ്റീവായിട്ട് എനിക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളൊക്കെ പറ്റി കൺസേൺസ് റേസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഞാൻ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ തുടങ്ങി. So and finally what happened was the issue was resolved successfully and the experience genuinely improved the way I approach risk assessment today. Looking back, it was not a comfortable experience. ശരിയല്ല, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. But it taught me a valuable lesson that has made me a better tester and a better decision maker. This is an example. This is a good example, and this might have happened in most of testing people's life. So നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ you should definitely have thought about this, prepared star based answer for this question. ഈ ക്വസ്റ്റ്യൻ 99% ഇൻ്റർവ്യൂവിന് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഐ വാസ് ആസ്ക്ഡ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഏത് ഡാറ്റാബേസിലാണെന്ന് ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. ആൻഡ് ഞാൻ അറിയാതെ കുറച്ച് പ്രൊഡക്ഷൻ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്ത് ഡിലീറ്റോ അങ്ങനെ എന്തോ ചെയ്തെന്ന് പറഞ്ഞു. സോ അപ്പം എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിച്ചു, അപ്പോൾ എന്ത് ചെയ്തു? അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഉടൻ തന്നെ ഞാൻ ശരിക്കും ടെൻഷനില്ല. ഞാൻ ഉടൻ തന്നെ ടെസ്റ്റ് മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹാവ് ഡൺ എ മിസ്റ്റേക്ക് ആൻഡ് ഞാൻ അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ആൻസറായിട്ട് പറഞ്ഞത്. അപ്പം എന്നിട്ട് ബാഗത്തിന് നമ്മുടെ ഓഫീസിലൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു റിയൽ വേൾഡ് സിറ്റുവേഷൻ ആണ്. ആ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്തപ്പോഴത്തേനും സിറ്റുവേഷൻ റിയലി വെൻ വെൽ. പക്ഷേ അതിനുശേഷം ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ കറക്റ്റായിട്ട് എൻഷുർ ചെയ്യുമായിരുന്നു ഞാൻ റൈറ്റ് ഡാറ്റാബേസിലാണ് ലോഗ്ഡ് ഇൻ ആണെന്നുള്ളതാണ് എൻ്റെ ലേണിംഗ്. ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് മൈ ആൻസർ
ഡെമോൺസ്ട്രേറ്റഡ് ഹോണസ്റ്റി. ഞാൻ ഭയങ്കര സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രോബ്ലം ഉണ്ടായെന്ന്. ആൻഡ് ഐ ടുക്ക് ദ ഓണർഷിപ്പ് ഓഫ് ദ പ്രോബ്ലം. എന്നിട്ട് ഞാൻ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി സ്വയം ഏറ്റെടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ മാനേജറിനോട് സംസാരിച്ചു. അപ്പം തന്നെ ഞാൻ വിളിച്ചത് എസ്കലേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഇഷ്യൂ റിസോൾവ് ചെയ്തതിന് ശേഷം ഞാനതെല്ലാം റീടെസ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ആണെന്ന് ഞാൻ എൻഷുർ ചെയ്തു. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബിക്കോസ് ദാറ്റ് ആൻസർ ദാറ്റ് ഐ ടോൾഡ് ഷോഡ് ഹോണസ്റ്റി. ആൻഡ് ദെൻ ദേ ആർ ആസ്കിങ് ലൈക്ക് വാട്ട് ഡിഡ് ഐ ലേൺ ഫ്രം ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിലായി, ഞാൻ ഇനി മുതൽ ഗോയിങ് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് URLs ഒക്കെ റൈറ്റ് ആണെന്ന് എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഡാറ്റാബേസ് റൈറ്റ് ആണെന്ന് എൻഷുർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വിച്ച് യു സീ ഇൻ ദ വിഷ്വൽസ്. അപ്പം ഈ ആൻസറിലാണെങ്കിലും അവർ ആൻസർ ഡെമോൺസ്ട്രേറ്റ്സ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ അക്കൗണ്ടബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൈക്ക് ഒരു സിറ്റുവേഷൻ വന്നു, ഞാൻ ഓണർഷിപ്പ് എടുത്തെന്ന് പറഞ്ഞു. ഇറ്റ് ഷോഡ് സെൽഫ് അവെയർനെസ് ആൻഡ് പ്രൊഫഷണൽ മെച്യൂരിറ്റി. ഇറ്റ് ഷോഡ് ലേണിംഗ് മൈൻഡ് സെറ്റ്. നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ഞാൻ എക്സാമ്പിൾ എക്സാക്ട്ലി പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഞാൻ ഭയങ്കര പ്രൊആക്റ്റീവായി. ഞാൻ കൺസേൺസ് വരുമ്പോഴത്തേന് ഞാനത് റേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ തോട്ട് പ്രോസസ്സ് ഞാൻ ചേഞ്ച് ചെയ്തു. ഇറ്റ് ഷോഡ് പ്രോബ്ലം സോൾവിങ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. സോ the answer that we just talked about in the visuals tell a lot of things. Instead of focusing on the failure, it focused on the growth that I followed. So സാധാരണ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് ഒരു കോമൺ മിസ്റ്റേക്ക് പോലെ ഞാൻ പറയാം. ചില ആൾക്കാർ പറയും ഞാൻ ഒരിക്കലും ഫെയിൽ ആയിട്ടില്ല. അങ്ങനെ ഒന്നും ഒരിക്കലും പറഞ്ഞു കളയരുത്. എല്ലാവർക്കും ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഇനി ഒരിക്കലും ഫെയിലിയർ ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ ഫേക്ക് ആണെന്ന് തോന്നും. സോ ഇറ്റ് ക്രിയേറ്റ്സ് ഡൗട്ട് rather than confidence. So everyone has setbacks, അത് മനസ്സിലാക്കുക. And always have a story that you want to talk about when this question is being asked. So just remember this. Pinne അടുത്ത mistake, blaming other people. when നമ്മൾ ഇത് ആൻസർ ചെയ്യുമ്പോഴത്തേന് ഡോണ്ട് ആൻസർ ലൈക്ക് ദ ഡെവലപ്പർ കോസ്റ്റ്. ഡെവലപ്പറിൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് അത് സംഭവിച്ചത്, മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ കേൾക്കാഞ്ഞിട്ടാണ്, ഇങ്ങനെയൊന്നും നമ്മൾ ആൻസർ ചെയ്ത്. ബിക്കോസ് ഇറ്റ് ഷോസ് ബ്ലെയിം. ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ നോട്ട് റിയലി റെഡി ടു ടേക്ക് ദ ഓണർഷിപ്പ് ഓഫ് ദ പ്രോബ്ലം. ഫോക്കസ് ഓൺ യുവർ ലേണിംഗ്. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചതെന്നാണ് ഈ ക്വസ്റ്റനിൽ നിന്ന് അവർക്ക് അറിയേണ്ടത്. അതല്ലാതെ ആര് കാരണമാണ് ഇത് ഉണ്ടായതെന്നൊന്നും അല്ല അവർക്ക് അറിയേണ്ടത്. യു ഫോക്കസ് ഓൺ ഹൗ യു സോൾവ് ഇറ്റ് റാദർ ദാൻ തിങ്കിങ് അബൌട്ട് വാട്ട് കോസ്റ്റഡ്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ ദിസ് ക്വസ്റ്റൻ ഇസ് ബീങ് ആസ്ക്ഡ് ഇസ് ലൈക്ക് നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു നമ്മൾ ആൻസർ ചെയ്യണം. If we haven't learned from it, that means we are a person who don't really learn from mistakes. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സാധാരണ ആൾക്കാർ മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക്. സോ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ they don't really pretend like mistakes never happen. They really acknowledge them, learn from them, improve because of the mistake, and that is what employers respect. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വെൻ ദിസ് ക്വസ്റ്റൻ ഇസ് ബീങ് ആസ്ക്ഡ്, ഓൾവേസ് ഹാവ് എ റിയൽ വേൾഡ് ക്വസ്റ്റൻ വിത്ത് യു. അതിന് പ്രാക്ടിക്കലായിട്ടുള്ളൊരു ആൻസർ ഉണ്ടാവണം. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നു നമുക്ക് നല്ലപോലെ പറയാൻ പറ്റണം. ഈ ന്യൂസിലാൻഡിലാണെങ്കിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആൾക്കാർ നമ്മുടെ ഹോണസ്റ്റി ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യും. നമ്മുടെ ഹോണസ്റ്റി, ഒതൻറ്റിസിറ്റി, നമ്മുടെ ട്രൂത്ത്ഫുൾനെസ് ഒക്കെ അവർ നല്ലപോലെ കെയർ ചെയ്യും. സോ അതുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ദേ റിയലി ലൈക്ഡ് ഇറ്റ്. ദേ ഫെൽറ്റ് ദാറ്റ് ഐ എം ജെന്യൂൻ. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇൻ ന്യൂസിലാൻഡ് employers appreciate people who can openly discuss a mistake and explain what they learned from it. And here they don't expect perfection, they do expect honesty and growth. So as a key learning, what I have learned from this is like ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is not about the failure, it is about how you learn and evolve in your career. So for this question, when employers are going to ask, or employer or a hiring manager is going to ask this question, I mean, answer it in a way like how well you responded to a mistake that you have done in the past and what you have learned from it. They are looking for people who can learn, adapt, improve and come back stronger after a setback. ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. So this is it. Thank you. Hope this helps. Small steps, big wins.